ഓം ശ്രീകൃഷ്ണായ നമ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 6-ാം അധ്യായം 22-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ വായിക്കണു. 8-ാമത്തെ ഭാഗം. ഓം. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാ ദ്രഷ്ടുമിഹാർഹതി അവിപക്വ കഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഇപ്പോൾ ഭഗവാന്റെ വാക്ക് അശരീരിയായിട്ട് കേട്ടു എന്നാണ്. നാരദൻ 5 വയസ്സുള്ള ഉണ്ണി സനകാദി മഹർഷിമാരുടെ ഉപദേശം കേട്ട് ഏകാന്തമായുള്ള സ്ഥലത്ത് ഗംഗാതീരത്ത് ഗംഗയിൽ കുളിച്ച് ദാഹമൊക്കെ തീർത്ത് ക്ഷീണം തീർത്ത് ഭഗവാന്റെ രൂപത്തേക്ക് ധ്യാനിച്ചു. ഉള്ളിൽ ഭഗവാൻ വന്നു, പ്രത്യക്ഷമായി കണ്ടു. വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നി. ഭഗവാൻ മറിഞ്ഞപ്പോണ്ടായിട്ടുള്ള ആ സങ്കടം അത് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോൾ അത് തരായില്ല. അപ്പോഴാണ് ഭഗവാൻ അശരീരിയായിട്ട് പറഞ്ഞത്. ഏവം യദന്തം വിജനേ മാമാഹ ഗോചരോ ഗിരാം ഗംഭീരശ്ലക്ഷ്ണയാവാച ശുച പ്രശമയന്നിവ. അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇപ്രകാരം കഠിനമായിട്ട് പ്രയത്നിക്കുകയാണ് ഭഗവാനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഭഗവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, വ്യാസനോട് പറയാൻ നാരദൻ. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതായിട്ടുള്ള ഞാൻ ഭഗവാന്റെ വാക്കാണ്. ഗംഭീരമായിട്ടുള്ള എന്നാൽ മൃദുവായിട്ടുള്ള വാക്കുകളെ കൊണ്ട് വാച എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള സങ്കടങ്ങളെയും ഇല്ലാണ്ടാക്കുവാൻ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് 21-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഹന്ത, ഇവിടെ ഹന്താസ്മിൻ ജന്മനി ഹന്ത അസ്മിൻ ജന്മനി ഭവാൻ മാമ ദ്രഷ്ടും ഇഹാർഹതി അവിപക്വ കഷായാണാം ദുർദർശഃ അഹം കുയോഗിനാം. അപ്പോൾ ഇവിടെ നാരദന് തന്നെ ആ വാക്ക് കേട്ടപ്പോൾ കുയോഗിനാം എന്നാ പറഞ്ഞത്. താൻ കുയോഗിയാണോ എന്ന് തോന്നി. പക്ഷേ നാരദന് തോന്നിയില്ല. എന്താ, 24 വട്ടം ഭാഗവതം കേട്ടയാളാ സനകാദികളിൽ നിന്ന്. ഹന്ത, കഷ്ടം. ഭഗവാൻ പറയാ, ഭവാൻ അങ്ങ് നാരദ ഉണ്ണിന്ന് വിളിക്കുകയാണ്. ഉണ്ണി അസ്മിൻ ജന്മനി, ഈ ജന്മത്തിൽ മാ ദ്രഷ്ടും എന്നെ, മാം ദ്രഷ്ടും എന്നെ കാണുവാനായിട്ട്, മാ അർഹതി നിനക്ക് അർഹതയില്ല. കാരണം എന്താ, ദേഹബോധത്തിലാണ് നീ ഇരിക്കുന്നത്. അവിപക്വ കഷായാണാം, പാകം വരാത്തതായിട്ടുള്ള ഇന്ദ്രിയ മനോമലങ്ങൾ. ഇപ്പം ഇന്ദ്രിയ മനസ്സിന് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടി 6 കള്ളന്മാരുണ്ട്. ഇവർ മലം എന്നാ പറയാം. കുറച്ചൊക്കെ എന്തായാലും നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഉണ്ടാവും. ഈ വേണ്ടാത്തത് മലം തന്നെയാണ്. കാണൽ ശരിയല്ല, കേൾക്കൽ ശരിയല്ല, മണക്കൽ ശരിയല്ല, തൊടൽ ശരിയല്ല, രുചിക്കൽ ശരിയല്ല, ചിന്തിക്കൽ കൽപ്പന അത് ശരിയാവണില്ല. അത് ദേഹബോധം ഉണ്ടായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അവിപക്വ കഷായാണാം, പാകം വരാത്തതായിട്ടുള്ള ഈ ഒരു മാനസിക അവസ്ഥ, അത് കാരണം കൊണ്ട്, അത് മലമായതുകൊണ്ട് കുയോഗിനാം, ഇങ്ങനെ യോഗം അത്ര ശരിയാവണില്ല. വേണ്ട രീതിയിലുള്ള ലക്ഷ്യമല്ല യോജിപ്പിക്കല് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ കാണുക, അറിയുക, ഭഗവാങ്കൽ ലയിക്കുക എന്ന നിസ്വാർത്ഥ ഭാവം, നിഷ്കളങ്ക ഭാവമാണെങ്കിലേ അത് ശരിയാവുള്ളൂ. ഇവിടെ ദേഹബോധത്തോട് കൂടിയിട്ട് തന്നെ പോലെ തന്നെ കാണുക, തന്നെ പോലെ തന്നെ കാണേണ്ടത്. തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. പക്ഷേ അത് ശുദ്ധമല്ല, ശുദ്ധസത്വം ആയിട്ട് മാറണം. അതുവരെ കുയോഗിയ. യോഗി എന്നുള്ളത് സ്വതവേ ഈ ജന്മത്തിൽ, മനുഷ്യജന്മത്തിൽ, കലിയുഗത്തിൽ അത്ര എളുപ്പമല്ല. അവിടെ ഏത് ജന്മത്തിലാ, ഏത് യുഗത്തിലാ എന്ന് പറഞ്ഞിട്ടില്ല. ഏതോ യുഗത്തിലായിക്കോട്ടെ. പക്ഷേ അവിടെ കുയോഗിത്വം വന്നു എന്നാണ്. ഒന്നാമത് ദാസീപുത്രനാണ്, ശൂദ്രജന്മാണ്. അപ്പം അങ്ങനെ പല ദോഷങ്ങളുണ്ട്. 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇതൊന്നും ദോഷമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. എങ്കിലും ദേഹബോധമുണ്ടാവും. അതുകൊണ്ട് കുയോഗികൾക്ക് അഹം ദുർദർശഃ, സാമാന്യനായിട്ടാണ് പറഞ്ഞത്. ഈ കുയോഗികൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല. ദുർദർശഃ, കാണാൻ സാധിക്കില്ല, ദർശിക്കാൻ സാധിക്കില്ല. ഹന്ത അസ്മിൻ ജന്മനി,
കഷ്ടം. ഹന്ത കഷ്ടം എന്ന് വെച്ചത് നിന്റെ ജന്മം ഇപ്രകാരത്തിലായാലോ എന്നുള്ള ഒരു സങ്കടത്തിലാണ്. ഭഗവാൻ തന്നെ ആ ജന്മം കൊടുത്തത്, അത് വേറെ വിഷയം. എങ്കിലും ഈ ജന്മത്തെ മറികടക്കാൻ നീ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ കുറച്ചും കൂടി അധികം പ്രാരാബ്ധമുണ്ട്. ആ പ്രാരാബ്ധം തീർക്കുന്നത് വരെ എന്നതാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അവിടെ വേറൊരു കഷ്ടമൊന്നുമില്ല. ഏതായാലും ഭവാൻ അസ്മിൻ ജന്മനി മാം ദ്രഷ്ടും മാ അർഹതി. ഈ ജന്മത്തിൽ എന്നെ കാണാനുള്ള അർഹത നിനക്കില്ല. അവിഭക്വ കഷായാണാം കുയോഗിനാം അഹം ദുർദർശ. ഇതിൻ്റെ കാരണം എന്താണ്? മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങൾ വേണ്ട രീതിയിൽ പരിഭാഗം വരാതെ കണ്ട് ഈ ദേഹബോധത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ കുയോഗിത്വം വരും. അവർക്ക് എന്നെ കാണാൻ സാധിക്കില്ല, എന്നെ അറിയാൻ സാധിക്കില്ല. കാരണം ദേഹബോധത്തിലുള്ള അവർക്ക് ഇന്ദ്രിയബോധത്തോട് കൂടിയിട്ട് വരാം. അതുകൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിന്റെ അവസ്ഥയും. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാ ദ്രഷ്ടുമിഹാർഹതി അവിഭക്വ കഷായാണാം ദുർദർശോഹം കുയോഗിനാം. 23-ാമത്തെ ശ്ലോകം. ഇതൊക്കെ ഭഗവാന്റെ വാക്കാണ്. 22, 23, 24 ഒക്കെ. സകൃദ്യദർശിതം രൂപം ഏതൽ കാമായ തേനഘ മത്കാമ ശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. സകൃത് ഒരിക്കൽ, രൂപം ദർശിതം അങ്ങനെ കണ്ടു എന്ന് കൂട്ടുക. ഇപ്പം നീ അത് കണ്ടു, ഞാൻ കാണിച്ചു തന്നുകൊണ്ട് നീ കണ്ടു. ഇത് ഏതത് യാതൊന്നാണോ ഇത് അനഘ. അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു കുയോഗി എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിനല്ല, ഈ ഉണ്ണിയല്ല, എന്നെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള യോഗികൾക്ക് കാണാൻ പറ്റാത്ത എന്നെ നീയും ആ അവസ്ഥയിലായതുകൊണ്ട് നീ കുയോഗിയല്ല, നീ പാപമില്ലാത്തവനാണ്, അനഘനാണ്. അഖം എന്ന് പറഞ്ഞാൽ പാപം, അനഘം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൻ. അങ്ങനെയുള്ള തേ നിന്റെ കാമായ ആഗ്രഹത്തിനായിക്കൊണ്ട് മത് കാമഹ എന്നിൽ ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്ത്? എപ്പോഴും എനിക്ക് നിന്നെ കാണണം, എപ്പോഴും നീ എന്നെയും കാണണം. ഇപ്പോൾ എനിക്കെപ്പോഴും നിന്നെ കാണാൻ പറ്റും, ഭഗവാൻ പറയാ. പക്ഷെ നിനക്കെപ്പോഴും എന്നെ കാണാൻ പറ്റില്ല. അത് ഈ ദേഹബോധം ഉണ്ടാകൊണ്ടാ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹവും നിന്റെ ആഗ്രഹവും ഇപ്പോൾ സത്യം പറഞ്ഞ ഒന്നാണ്. പക്ഷെ ആയിട്ടില്ല, സമയമായിട്ടില്ല, പരിപക്വം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ തേ കാമായ മത് കാമഹ അത് സാധു സജ്ജനം ശനകൈഹി ക്രമേണയായിട്ട് സാവകാശത്തിലെ മെല്ലെ മെല്ലെ സർവാൻ ഹൃച്ഛയാൻ എല്ലാ കാമങ്ങളെയും മുഞ്ചതി ഉപേക്ഷിക്കുന്നു. ഭഗവാനെ കാണണം, ഭഗവാങ്കൽ ലയിക്കണം, ഇതും കാമമാണത്രേ. പക്ഷെ ഈ കാമത്തോട് കൂടിയിട്ട് നമുക്ക് ഭജിക്കാൻ സാധിക്കുള്ളൂ. ഹനുമാൻ പറഞ്ഞത് വേണ്ടാന്നാണ്. അത് നമുക്ക് പ്രത്യക്ഷ പ്രമാണ. ശ്രീരാമൻ പറഞ്ഞു എന്നാൽ പോരൂ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് വാ എന്ന് പറഞ്ഞു. ഞാനില്ല. അങ്ങയ്ക്ക് എന്താ അറിയാ? അങ്ങയ്ക്ക് രാമ എന്നുള്ള ആ നാമം ജപിച്ചാൽ കിട്ടുന്ന ആ സച്ചിദാനന്ദം ഉണ്ടല്ലോ, അത് അങ്ങയ്ക്ക് അറിയില്ല. അത് വൈകുണ്ഠത്തിൽ ചെന്നാൽ കിട്ടില്ല, അത് ഇവിടെ ഇരുന്നാലേ കിട്ടുള്ളൂ. രമിപ്പിക്കുക എന്ന ഭാവമാണ് രാമൻ. അപ്പോൾ ആ സത്വരജ സമോ ഗുണങ്ങളെ മറികടന്നുകൊണ്ട് എന്നുള്ളതാണ് ഈ രമിക്കൽ എന്നുള്ള അതിൻ്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, ദീർഘം ഒഴുക്കാണ്. രകാരം രമിക്കലാണ്. എന്നുള്ളത് ഈ ത്രിത്വമാണ്. ത്രിത്വം കടന്ന് ദ്വന്ദ്വം കടന്ന് ഈ രമിക്കൽ അത് ഒരു ലീനഭാവമാണ്, ലയം ആണ്. അത് സച്ചിദാനന്ദമാണ്. രാജാനന്ദം, സച്ചിദാനന്ദം, പരമാനന്ദം, എന്തൊക്കെ ആനന്ദം ചോദിച്ചാൽ പറയാൻ ശരിയാ. അത് വൈകുണ്ഠത്തിൽ ചെന്നാൽ കിട്ടില്ല. രാമനാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാവമാണ്. അതേപോലെ ശനകൈഹി സർവാൻ ഹൃച്ഛയാൻ മുഞ്ചതി, എല്ലാ ആഗ്രഹങ്ങളെയും ഒഴിവാക്കണം, എന്നാലേ എൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കാൻ മോഹമുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ജന്മം കിട്ടും. നാരദന് വീണ്ടും ജന്മം കൊടുത്തു. ആ ജന്മത്തിലാണ് ഇപ്പം നാരദൻ വ്യാസനോട് പറയണത്. എപ്പോഴാണോ ഭഗവാനെ കണ്ടത് അപ്പം റെഡിയാ, നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് താള, ഏത് ലയ, ഏത് ഭാവ, അതൊക്കെ ആ വീണയ്ക്കറിയാം. മഹതി എന്നുള്ള വീണ ഭഗവാൻ കൊടുത്ത വീണയാണ്. അത് നാരായണ 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 എന്ന് ജപിക്കുമ്പോൾ ആ പല രാഗത്തിൽ, എത്ര രാഗം, 64 രാഗം, എത്രയായാലും ശരിയാ.
ലക്ഷക്കണക്കിന് രാഗമുണ്ടെന്നാണ് പറയാറ്. നമ്മൾ സപ്തസ്വരം എന്ന് പറയും. അതിൻ്റെ വിപുലീകരണമായിട്ട് ചേരുവകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കലർത്തി പലതുമുണ്ട്. സാമഗാനം ധാരാളമുണ്ട്. അപ്പോൾ ലളിതമായിട്ടും ദീർഘമായിട്ടും അതിൻ്റെ പ്രയോഗങ്ങൾ പലതും നമ്മൾ ശാസ്ത്രീയ സംഗീതമൊക്കെ കേട്ടവരാണ്. അപ്പോൾ അറിയാം. എന്ന കൂട്ടത്തിൽ ഈ ലയം കിട്ടുന്നത് വരെ ക്ഷമിക്കണം എന്ന അർത്ഥത്തിലാണ് എല്ലാ കാമങ്ങളെയും ഉപേക്ഷിച്ചതിൻ്റെ ശേഷം മെല്ലെ മെല്ലെ എന്നിലേക്ക് എത്താൻ സാധിക്കും. സകൃത് യത് ദർശിതം, ഒരു തവണ എൻ്റെ ഈ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ രൂപത്തെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ, രൂപം ഏതത് ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ നാരദ, ആ രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ കാമായ, കാമത്തിന് വേണ്ടിയിട്ടുള്ള, കാമത്തിന് വേണ്ടിയിട്ടെന്ന് അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള കാമങ്ങളുണ്ട്. ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ പലതാണ്. ആ കാമങ്ങളെ മുഴുവൻ തേ അല്ലയോ നാരദ, അനഘനായിട്ടുള്ള ഒരു പാപമില്ലാത്ത അങ്ങ് മത് കാമഹ, എന്നെ കാണുക, എന്നിൽ ആഗ്രഹത്തോടു കൂടി ഇരിക്കുക, എന്നെ അറിയുക, എന്നിൽ ലയിക്കണം എന്നുള്ള ബോധം ഉണ്ടാവുക. ഇതാണ് മത്കാമഹ. ശനകൈഹി, ക്രമേണയായിട്ട് സാധുഹു, സജ്ജനങ്ങള് സർവാൻമുഞ്ചതി, എല്ലാറ്റിനെയും ഒഴിവാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ കാമത്തിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൃച്ഛയാൻ, ഈ ഹൃദയത്തിൽ ഉള്ളതായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള മലങ്ങളായാലും അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാം. സ്വതേ കാമങ്ങൾ മുഴുവൻ മലാണ്. കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികൾ ഷഡ്വൈരി, അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സ് ഷഡ് അരി, ആധിവ്യാധി ജരാമൃത്യു, വിശപ്പദാഹം ഷഡൂർമി, പിന്നെ പഞ്ചക്ലേശങ്ങൾ, ഇങ്ങനെ പലതും. ഇതൊക്കെ കാമങ്ങളാണ്. കാമങ്ങളെ കൊണ്ട് വരുന്ന ദുരിതങ്ങളാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒഴിവാക്കേണ്ടത്. ഹൃച്ഛയാൻ, ഇങ്ങനെയുള്ള കാമങ്ങളെ മുഴുവൻ ആരാ ഒഴിവാക്കുക? സാധുഹു സർവാൻ മുഞ്ചതി, മുഴുവൻ ഈ സജ്ജനങ്ങൾ മുഴുവൻ ഒഴിവാക്കും. എന്ന കൂട്ടത്തിൽ നീയും ഒഴിവായിക്കോ. ഒഴിവാവും, പേടിക്കാനൊന്നുമില്ല. നാരദനോട് ഭഗവാൻ ഇപ്രകാരത്തിൽ പറഞ്ഞു എന്ന് നാരദൻ വേദവ്യാസനോട് പറയാണ്. സകൃദ്യദർശിതം രൂപം ഏതത് കാമായ തേനഘ മത്കാമശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. ഇപ്പൊ കുറച്ച് നിയമങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. കാമത്തെ മുഴുവൻ ഉപേക്ഷിക്കൂ, എന്നാലേ എന്നെ കാണാൻ സാധിക്കൂ. ദേഹബോധത്തോടു കൂടിയിട്ടുള്ള ഒരാൾക്ക് ഈ ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യനാണ് ഞാൻ. അതുകൊണ്ട് മാംസചക്ഷുസിനെ കൊണ്ട്, അല്ലെങ്കിൽ ഈ മാംസ രീതിയിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്നെ അറിയുക അസാധ്യം. അപ്പോൾ കുറച്ചുകൂടി കാലം കാത്തിരിക്കും. എങ്ങനെയാണോ യോഗികൾ എല്ലാം ആഗ്രഹങ്ങളെയും മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് എന്നിലേക്ക് ക്രമേണയായിട്ട് എത്തുന്നത്, അതേപോലെ നിനക്ക് എത്താൻ സാധിക്കും. സകൃദ്യദർശിതം രൂപം ഏതത് കാമായ തേനഘ മത്കാമശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. ഇനി 24-ാമത്തെ ശ്ലോകം. സൽസേവയാ ദീർഘയാ തേ ജാതാമയി ദൃഢാമതി ഹിത്വാവദ്യമിമം ലോകം ഗന്ധാമജ്ജനതാമസി. 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വാക്ക് പറയാണ്, അദീർഘയാ, ദീർഘമില്ലാതെ കൊണ്ട് തന്നെ, വേഗം അല്പകാലം കൊണ്ട് തന്നെ, സൽസേവയാ, 4 മാസം കൊണ്ടാണ് സനകാദി മഹർഷിമാരെ ശുശ്രൂഷ ചെയ്ത് അവരുടെ പ്രീതി കിട്ടി. അപ്പോൾ ഭഗവാന്റെ പ്രീതിയും കിട്ടി. സൽസേവയാ, സൽസേവനം കൊണ്ടുള്ള ഭാഗ്യം അതാണ്. തേ, അങ്ങയ്ക്ക്, നിനക്ക്, മയി, എന്നിൽ, ദൃഢാമതി, ഉറച്ചതായിട്ടുള്ള ബുദ്ധി, മതി എന്ന് പറഞ്ഞ ബുദ്ധിയാ, ഉറച്ചതായിട്ടുള്ള ബുദ്ധി ഉണ്ടായി. ദൃഢാമതി ജാത, ഉണ്ടായി, ജനിച്ചു. അവദ്യം, മാത്രമല്ല നിന്ദ്യമായിട്ടുള്ള, ഇത് അറിയപ്പെടേണ്ട ആവശ്യമില്ല, മാത്രമല്ല അത് നിന്ദ്യവുമാണ്, വേണ്ട, അവദ്യമാണ്, വന്ദിക്കണ്ട. അങ്ങനെയുള്ള അതിനെ എന്താ വേണ്ടത്? ഇമം ലോകം, ഈ ശരീരത്തെ, ഈ ലോകത്തെ, ഹിത്വ, ഉപേക്ഷിച്ചിട്ട്, മജ്ജനത, എൻ്റെ ജനങ്ങളുടെ കൂടെ, മമ പാർഷദ മധ്യേ, അതാണ് എൻ്റെ പാർഷദന്മാരുടെ കൂടെ, അവരുടെ സാലോക്യ സാരൂപ്യ ഭാവത്തോട് കൂടിയിട്ട്, സാമീപ്യ ഭാവത്തോട് കൂടിയിട്ട് എന്നിലേക്ക് വന്നോളൂ, എൻ്റെ ധാമത്തിലേക്ക് വന്നോളൂ. മജ്ജനതാം ഗന്ധ അസി, നീ ഉറപ്പായിട്ടും ഈ ഭൂമിയിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും, ഗമിക്കും. സദ്സേവയ, ഇനി ഭഗവാൻ നിയമം പറയാണ്. നിനക്ക് കിട്ടി, അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ. സദ്സേവയ, സജ്ജനങ്ങളെ സേവിച്ചു കഴിഞ്ഞാൽ,
അതാണ് ഇന്ന് കലികാലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതാ ആരാ സജ്ജനം നിശ്ചല്യ. അപ്പം ആ സജ്ജനത്തിനെ സേവിക്കേണ്ടത് എങ്ങനെയാ അത് നിശ്ചല്യ. ഓരോരുത്തർക്കും ഓരോന്നാണ് നീഡ്സ് വരിക. അത് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പോൾ സജ്ജനം യഥാർത്ഥത്തിൽ ആര് എന്ന് അറിഞ്ഞിട്ട് ആ സജ്ജനത്തിന് വേണ്ടത് അങ്ങോട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം വേഗം ഈ ചെയ്തു കൊടുക്കുന്നയാൾക്ക് മുക്തി കിട്ടും. ആ സജ്ജനത്തിന് അത്ര പെട്ടെന്ന് മുക്തി കിട്ടിക്കൊള്ളുന്നില്ല. ശബരിമാതാവ് എങ്ങനെയാണോ ആ ഗുരുവായിട്ടുള്ള മാതംഗ മഹർഷിയെ ശുശ്രൂഷിച്ചത്, മാതംഗ മഹർഷിക്ക് സജ്ജനം എന്നുള്ള പേരുണ്ട്, മഹർഷി എന്നുള്ള പേരുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് പലതാണ്. ബ്രാഹ്മണനാണ്, ജ്ഞാനിയാണ്. അദ്ദേഹം ശിഷ്യയോട് പറഞ്ഞു, ഈ രാക്ഷസിയോട്, ജ്ഞാനമില്ല, ഒന്നുമില്ല, എനിക്ക് ശ്രീരാമനെ കാണാനുള്ള യോഗമില്ല, ഈ ആശ്രമത്തിൽ ഇരുന്നോളൂ, ശ്രീരാമൻ ഇവിടെ വരും, നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ രാക്ഷസിയായിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള ആ മാതാവ് കടിച്ചു നോക്കിയ ഫലമാണ് കൊടുത്തത്. ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തി ആത്മവിമർശനം നടത്തിയതിൻ്റെ ശേഷമേ കൊടുത്തിട്ടുള്ളൂ. പ്രാർത്ഥനയായാലും ശരി, സ്തുതിയായാലും ശരി, നാമായാലും ശരി, ഫലം എന്നുള്ള ഉദ്ദേശിച്ചത് കർമ്മഫലത്തെയാണ്. അല്ലാണ്ട് പഴം അത് കടിച്ചു നോക്കി എന്നിട്ട് കൊടുത്തു, ഇച്ചിരി തിന്നു എന്നുള്ളതല്ല. ഈ ഫലം എന്നുള്ളത് കർമ്മഫലം അനുഭവിച്ചത് നല്ലതിനെ മാത്രം ഭഗവാൻ കൊടുത്തു. ചീത്തയൊക്കെ സ്വയം ഏറ്റെടുത്തു. രാക്ഷസിയാണ്, തമോ ഗുണിയാണ്, അത് എന്നിലിരിക്കട്ടെ. ഭഗവാന് ഏറ്റവും നല്ലത് കൊടുത്തു. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, ഈ ഇങ്ങനെ കടിച്ചു നോക്കിയത് തിന്നാൻ പാടുമെന്ന്. കർമ്മത്തിൻ്റെ ഫലത്തോട് കൂടിയിട്ട് നല്ലതും ചീത്തയും ഒന്നും നോക്കാതെ കണ്ട് ഭഗവാന് കൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ അനന്തനായിട്ടുള്ള സംഘർഷണമൂർത്തി ഭഗവാൻ ചോദിച്ചു ഭഗവാനോട്, അല്ല ഏട്ടാ, ഈ ശബരി രാക്ഷസിയാണ്, എച്ചിൽ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ തിന്നാൽ ശരിയാകുമോ ചോദിച്ചു. നിനക്ക് ആ കർമ്മബോധത്തെ എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഓർമ്മിപ്പിക്കേണ്ടതിനെ ഓർമ്മിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞത്, ഇങ്ങനെയായാൽ മുക്തി വളരെ എളുപ്പമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സത്കർമ്മഫലത്തെ മാത്രം സ്വീകരിക്കുന്നത്. കടിച്ചു നോക്കി എച്ചിലായിട്ടുള്ള പഴം നിന്നതല്ല അതിൻ്റെ സാരേ. കഥയിൽ അങ്ങനെയാണ്, അത് ശരി, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ സൽസേവയ അദീർഘയ, അതാണ് സജ്ജന സേവ. വളരെ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും? നമുക്ക് ഭഗവാങ്കൽ എത്താൻ സാധിക്കും. നാരദനോട് പറയാം, അങ്ങ് ജാഥ അങ്ങേക്കുണ്ടാവും. എന്ത്? മയി ദൃഢാമതി, എന്നിൽ ഉറച്ചതായിട്ടുള്ള ബുദ്ധി ഉണ്ടാവും എന്ന് വെച്ചാൽ ഭക്തി ഉണ്ടാവും എന്നർത്ഥം. കാരണം ഭഗവാന് കൊടുക്കാൻ വളരെ മടിയുള്ള സാധന ഭക്തി, അത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഹിത്വ, അതിനെ ഉപേക്ഷിക്കൂ. എന്തിനാ ഉപേക്ഷിക്കേണ്ടത്? അവദ്യം ഇമം, നിന്ദ്യമായിട്ടുള്ള ഇമം ലോകം, ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചികമായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നും വേണ്ട, അതിൻ്റെ അംശമാണ് ശരീരം. അപ്പോൾ അതടക്കം വേണ്ട. ഗന്ധ, നിനക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എവിടേക്ക്? മജ്ജനതാം അസി, എൻ്റെ ജനങ്ങൾ താമസിക്കുന്ന, പാർഷദർ താമസിക്കുന്നതായിട്ടുള്ള അവിടേക്ക് നിനക്ക് എത്താൻ സാധിക്കുക തന്നെ ചെയ്യും. അസി, സംഭവിക്കും. അതിനുള്ള യോഗം ഉണ്ട്. സൽസേവയാ അദീർഘയാ തേ ജാതാമയി ദൃഢാമതി, സൽസേവയാ അദീർഘയാ തേ ജാതാമയി ദൃഢാമതി, ഹിത്വാ അവദ്യം ഇമം ലോകം ഗന്ധ മജ്ജനതാം അസി, ഹിത്വാ അവദ്യമിമം ലോകം ഗന്ധ മജ്ജനതാമസി. മത് ജനതാം അസി, അവിടെ മത് അപ്പോൾ ഒരു ജകാരം പോയി, എൽ എന്നുള്ള മൽ, മത് എന്നുള്ള അർത്ഥത്തിൽ വന്നു. മത് ജനതാം അസി. സത് സേവയ, സജ്ജനങ്ങളെ സേവിക്കുമ്പോൾ, അദീർഘയ, വളരെ പെട്ടെന്ന് തന്നെ, തേ അങ്ങേക്ക് ജാഥ ഉണ്ടാവും. മയി ദൃഢാമതി, എന്നിൽ ഉറച്ചതായിട്ടുള്ള ബുദ്ധി ഉണ്ടാവും, ഭക്തി ഉണ്ടാവും. ഹിത്വ അവദ്യം ഇമം, ഉപേക്ഷിച്ചോളൂ. എന്താ ഉപേക്ഷിക്കേണ്ടത്? ഈ വന്ദിക്കപ്പെടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു നിന്ദ്യം ആണ് ഈ പ്രപഞ്ചം, അതെ ശരീരം, അത്. അതിനെ ഇമം ലോകം, ഈ ലോകത്തെ, ശരീരത്തോടു കൂടി പ്രപഞ്ചത്തെ മുഴുവൻ, അതിൻ്റെ വിഷയാദികളെ മുഴുവൻ, അത് പഞ്ചഭൂതങ്ങളും സത്വരജസ്തമോ ഗുണങ്ങളും അതേപോലെ
പ്രകൃതി പുരുഷൻ എന്നുള്ള ഭാവം, ജീവൻ ശരീരം എന്നുള്ള ഭാവം. അതേപോലെ ഈ മനോബുദ്ധിരഹങ്കാര ചിത്തം, അത് ഈ 5 ഇന്ദ്രിയങ്ങളും ഒപ്പം മനസ്സും കൂടിയതാണ്. അതിനെ മുഴുവൻ ഒഴിവാക്കുകയാണെങ്കിൽ, അതിനെങ്ങനെ ഒഴിവാക്കണം? അത് ഭഗവാങ്കൽ വയ്ക്കുക. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവത്പരമായിട്ട് വയ്ക്കുക. അതാണ് മറ്റേ വാണി ഗുണാനുകഥനെ. 10 ഇന്ദ്രിയങ്ങളും മനസ്സും ഭഗവാന് സമർപ്പിക്കുക. അതേപോലെ ഈ പഞ്ചവിഷയങ്ങളെ എനിക്ക് വേണ്ട, അഥവാ കിട്ടുകയാണെങ്കിൽ അത് ഭഗവത്പരമാക്കി തീർക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദന് വളരെ സമ്മതമായി. ഇനി 25-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, മതിർമയി നിബദ്ധേയം ന വിപദ്യേത കർഹിജിൽ പ്രജാസർഗനിരോധേപി സ്മൃതിശ്ച മദനുഗ്രഹാത്. അപ്പം ഇങ്ങനെ ഭഗവാൻ അടുത്ത വാക്ക് പറഞ്ഞു, മയി എന്നിൽ നിബദ്ധ, ബന്ധിക്കപ്പെട്ടു, പൂർണ്ണമായിട്ടും ചേർക്കപ്പെട്ടു, നിബദ്ധ വയ്ക്കപ്പെട്ടു, ഇയം മതിഹി ഈ ബുദ്ധി. ഇപ്പോൾ എന്നെ കണ്ടുല്ലോ, എന്നെ കണ്ടപ്പോൾ എന്നിലുള്ളതായിട്ടുള്ള എൻ്റെ രൂപത്തെ അറിയാം, എൻ്റെ നാമത്തെ അറിയാം, ലീല അറിയാം, ധാമ അറിയാം, ഒക്കെ അറിയാം. അങ്ങനെയുള്ള ഈ ബുദ്ധി ഇപ്പോൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്. കർഹിജൽ ഇനി ഒരു കാലത്തും ന വിപദ്യേത, അത് നശിക്കുകയേയില്ല, നിന്നിൽ നിന്ന് വിട്ടുപോയില്ല. ഇപ്പോൾ നിന്നിലുള്ള എന്നെക്കുറിച്ച് അറിയാത്തോട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എന്നും നിന്നിലുണ്ടായിരിക്കും, നിന്നിൽ നിന്ന് ഇനി വിട്ടുപോവില്ല. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം. കാണാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു ശരി, പക്ഷേ ഇപ്പം നീ കണ്ടില്ലേ, അത് നിനക്ക് എന്നും ഉറപ്പായിട്ടും നിന്നിലുണ്ടായിരിക്കും. ഈ ഒരു വരം കിട്ടാനാണ് നമ്മൾ ഈ ഉപാസന മുഴുവൻ ചെയ്യേണ്ടത്. അപ്പോൾ മയി നിബദ്ധ ഇയം മതിഹി കർഹിജത് ന വിപദ്യേത. എന്താ കാരണം? മത അനുഗ്രഹാത്. ഇങ്ങനെ എന്നിൽ ഉറച്ചതായിട്ടുള്ള ഈ ബുദ്ധി, ഈ ഭക്തിഭാവം, അറിയല്, അത് ഒരു കാലത്തും നിന്നെ വിട്ടു പോവുകയില്ല, നശിക്കുകയില്ല. അത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പ്രജാ സർഗനിരോധേ അപി. ഈ സർഗം എന്നുള്ളത് സൃഷ്ടി, നിരോധം എന്നുള്ളത് അതിൻ്റെ പ്രളയം. അപ്പോൾ ഈ പ്രജകളെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള, അതേപോലെ തന്നെ പ്രജകളാൽ സൃഷ്ടിക്കപ്പെടുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിച്ചു, ബ്രഹ്മാവ് സൃഷ്ടിച്ചവ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മസൃഷ്ടി, തൽ സൃഷ്ടി, തൽ സൃഷ്ടസൃഷ്ടി, ഇങ്ങനെ വരിക. അപ്പോൾ ഇങ്ങനെ ഈ ബ്രഹ്മാവിനാലും പ്രജകളാലും അതിൽ വീണ്ടും അതിൻ്റെ അടുത്ത തലമുറ ഉണ്ടാക്കുന്നതും പ്രജകൾ തൽ സൃഷ്ടസൃഷ്ടിയായിട്ട് വരുന്ന, അത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രളയം. അപ്പോൾ ആ പ്രളയകാലത്തും സ്മൃതി ച, അങ്ങേക്ക് സ്മൃതി ഉണ്ടാവും, അസി ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ കിട്ടിയത്. മയി നിബദ്ധ ഇയം മതിഹി കർഹിജിത് ന വിപദ്യേത മദനുഗ്രഹ. എൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നും എന്നിൽ ഉറച്ചതായിട്ടുള്ള ഈ ഇപ്പോഴത്തെ കിട്ടിയ ഈ ബുദ്ധിയുണ്ടല്ലോ, അത് എന്നും ഉണ്ടായിരിക്കും, ഒരിക്കലും അത് നശിക്കില്ല. ഇനി പ്രജാസർഗ നിരോധേ അഭി സ്മൃതി ച. അപ്പോൾ അതുകൊണ്ട് സ്മ ഉണ്ടായിരിക്കും, ഉറപ്പാ. ആ പ്രളയകാലം സംഭവിച്ചാലും നിനക്ക് നിന്റെ ഓർമ്മ നശിക്കുകയില്ല. അപ്പോൾ പൂർവ്വജന്മ സ്മൃതിയോട് കൂടിയിട്ടാണ് അടുത്ത ജന്മം ഉണ്ടാവുക എന്നുകൂടി അനുഗ്രഹിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ട? ത്രികാലജ്ഞാനം അനുഗ്രഹിച്ചു കൊടുത്തു. ഭഗവാനെ വേർപ്പെടില്ല എന്നുള്ളത് ഉറപ്പാക്കി. മതിർമയി നിബദ്ധേയം മതിഹി മയി നിബദ്ധ ഇയം ന വിപദ്യേത കർഹിജിൽ പ്രജാസർഗ നിരോധേ അപി സ്മൃതി ച മദനുഗ്രഹാത്. അപ്പം ഇങ്ങനെയുള്ള ഈ ബുദ്ധി ഭഗവാങ്കൽ എപ്പോഴും ഉണ്ടാവാൻ ഈ നാരദനെ പോലെ സൽസേവ ചെയ്യുക, അവരുടെ അനുഗ്രഹം വാങ്ങുക, അവർ പറഞ്ഞെന്തോ അത് മുഴുവൻ യഥാവിധി ചെയ്യുക. സ്മൃതിയോട് കൂടിയിട്ട് തപസ് പോലെ നമ്മളും ഈ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെയാണ് കിട്ടുക. ത്രികാല ജ്ഞാനത്തോട് കൂടിയിട്ട് പൂർവ്വജന്മ സ്മൃതിയോട് കൂടിയിട്ട് നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും. നമ്മളത് പൂർവ്വജന്മ സ്മൃതിയായിട്ട് കണക്കാക്കിക്കൊള്ളുന്നില്ല. ഏത് ജന്മത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭക്തി കിട്ടിയത്, എൻ്റെ അറിവിൻ്റെ ബാക്കി ഞാൻ എന്താ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്നതിക്കൽ ഇന്ന ആളുടെ മകൻ ഇന്ന, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ആഡിങ് കിട്ടും. അപ്പോൾ ഇതൊരു വലിയ ഭാഗ്യമാണ്. ഒന്നും പഠിക്കാതെ കണ്ട് ഇൻഡ്യൂഷൻ വഴി പലതും കിട്ടുന്നവരും
കുറേ പഠിച്ചിട്ട് അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തെ കിട്ടുന്നവരും സദ്ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയിട്ട് അത് കൊണ്ട് നടക്കുന്നവരും വളരെ യാദൃശികമായിട്ട് അമ്പലത്തിലോ അല്ലെങ്കിൽ അതുപോലെ തീർത്ഥക്ഷേത്രങ്ങളിലോ എത്തിയിട്ട് ആ വലിയ ഭാഗ്യം കൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്നതും ബുദ്ധനെ പോലെ ബോധിവൃക്ഷത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു തപസ് പോലെ ചെയ്തപ്പോൾ ഭഗവാന്റെ മുഴുവൻ അറിയാൻ സാധിച്ചതും ഇങ്ങനെ പലതരത്തിലാണ്. അപ്പോൾ എപ്പോഴാണോ ഇത് കിട്ടുക, ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടില്ല. അത് സേവനം നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോഴേ നമ്മൾക്ക് ഉറച്ച് കിട്ടുള്ളൂ കേട്ടോ. ആ ഉറച്ച് കിട്ടിയിരിക്കും. അത് ഭഗവാന്റെ വാക്കാ. അത് നമുക്കും കിട്ടുമാറാകട്ടെ. 25-ാമത്തെ ശ്ലോകം. മതിർമയി നിബദ്ധേയം ന വിബദ്ധ്യേത കർഹിച്ചിൽ പ്രജാസർഗ നിരോധേഭി സ്മൃതിശ്ച മദനുഗ്രഹാത്. ഇതിപ്പോൾ 8-ാമത്തെ ഭാഗം. 24, 25, 22, 23, 24, 25 4 ശ്ലോകം ഇപ്പോൾ പറഞ്ഞു. 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 4 ശ്ലോകം 22-25 8-ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. നാരായണ നാരായണ നാരായണ.